ഹലോ എജു വേൾഡിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് കുറച്ച് എക്സ്പെക്റ്റഡ് ക്വസ്റ്റ്യൻസ് ആണ്. നമ്മുടെ ജൂനിയർ കോപ്പറേറ്റീവ് ഇൻസ്പെക്ടർ, അതേപോലെ കേരള ബാങ്ക് തുടങ്ങിയ എക്സാമുകൾക്ക് വരാവുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. സമയം കളയാതെ നമ്മൾ ക്വസ്റ്റ്യൻസിലേക്ക് കടക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്: ബയോമെട്രിക് ATM കാർഡ്സ് ആർ ജനറലി ഇഷ്യൂഡ് ഫോർ വിച്ച് ഓഫ് ദ ഫോളോയിങ്? അതായത് ബയോമെട്രിക് ATM കാർഡുകൾ താഴെ പറയുന്നവയിൽ ആർക്ക് വേണ്ടിയിട്ടൊക്കെയാണ് ഇഷ്യൂ ചെയ്യുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആർക്ക് വേണ്ടിയിട്ടാണ് ഓപ്ഷൻ തന്നിട്ടിരിക്കുന്നത്: ഇല്ലിറ്ററേറ്റ്, സിക്ക് ആൻഡ് ഓൾഡ് പേഴ്സൺ, ഇൻഓപ്പറേറ്റീവ് അക്കൗണ്ട് ഹോൾഡേഴ്സ്. അപ്പോൾ ബയോമെട്രിക് ATM നമ്മൾ പൊതുവായിട്ട് ഉപയോഗിക്കുന്നത് ആർക്ക് വേണ്ടിയിട്ടാണ്? ഇല്ലിറ്ററേറ്റ് ആൻഡ് സിക്ക് ഓൾഡ് പേഴ്സൺസിനാണ്. സോ ഓപ്ഷൻ നമ്പർ ബോത്ത് 1 and 2 ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്: വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ദ ഫസ്റ്റ് ബാങ്ക് ടു ഇൻട്രൊഡ്യൂസ് ATM? താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏത് ബാങ്കാണ് ആദ്യമായിട്ട് ATM ഇൻട്രൊഡ്യൂസ് ചെയ്തത് എന്നാണ് ക്വസ്റ്റ്യൻ. ഏത് ബാങ്കാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്? HSBC ബാങ്കാണ് ആദ്യമായിട്ട് ഒരു ATM ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്: ദ ഫസ്റ്റ് കമ്പനി ടു ഗെറ്റ് RBI പെർമിഷൻ ടു ഓപ്പൺ വൈറ്റ് ലേബൽ ATM ഈസ്? അപ്പോൾ താഴെ കൊടുത്തിരിക്കുന്നവയിൽ വൈറ്റ് ലേബൽ ATM ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ട് RBI പെർമിഷൻ കൊടുത്തിട്ടുള്ള കമ്പനി ഏതാണ്? ഫസ്റ്റ് കമ്പനി ഏതാണ് എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ ഇതാണ്: ടാറ്റ കമ്മ്യൂണിക്കേഷൻ പേയ്മെൻറ്റ് സൊല്യൂഷൻ ലിമിറ്റഡ് TCPSL, മുത്തൂറ്റ് ഫിനാൻസ്, പ്രിസം പേയ്മെൻറ്റ്സ്, AGS, നൺ ഓഫ് ദീസ്. എന്താണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത്? ടാറ്റ കമ്മ്യൂണിക്കേഷൻ ആൻഡ് പേയ്മെൻറ്റ് സൊല്യൂഷൻ ലിമിറ്റഡ് ആണ് ആദ്യമായിട്ട് RBI ഒരു വൈറ്റ് ലേബൽ ATM തുടങ്ങാൻ വേണ്ടിയിട്ട് പെർമിഷൻ കൊടുത്തിട്ടുള്ള കമ്പനി എന്ന് പറഞ്ഞാൽ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം: ഡാഷ് ടൈപ്പ് ഓഫ് ഓട്ടോമാറ്റഡ് ടെല്ലർ മെഷീൻ ദാറ്റ് ഡെസിഗ്നേറ്റഡ് ടു മൂവ്ഡ് ഫ്രം ലൊക്കേഷൻ ടു ലൊക്കേഷൻ. അതായത് ഒരു ലൊക്കേഷനിൽ നിന്ന് മറ്റൊരു ലൊക്കേഷനിലേക്ക് മൂവ് ചെയ്യാൻ വേണ്ടി പറ്റുന്ന, ഒരു ലൊക്കേഷനിൽ നിന്ന് മറ്റൊരു ലൊക്കേഷനിലേക്ക് മൂവ് ചെയ്യാൻ വേണ്ടി പറ്റുന്ന ATM ഏതാണ്? ഓപ്ഷൻ ഇതാണ്: ഓൺ സൈറ്റ് ATM, ഓഫ് സൈറ്റ് ATM, മൊബൈൽ ATM, പിങ്ക് ലേബൽ ATM. ഏതാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ? ഏതാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ എന്ന് പറഞ്ഞാൽ മൊബൈൽ ATM ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ എന്ന് പറഞ്ഞാൽ. മൊബൈൽ ATM ആണ് ഒരു ലൊക്കേഷനിൽ നിന്ന് മറ്റൊരു ലൊക്കേഷനിലേക്ക് നമുക്ക് ഈസി ആയിട്ട് മൂവ് ചെയ്യാൻ വേണ്ടി പറ്റുന്നത്. ദ മൊബൈൽ ATM ലിറ്ററലി ബ്രിങ് ATM ടു കസ്റ്റമർ ഡോർ സ്റ്റെപ്പ് സിസ്റ്റം. അതായത് GPS ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ആ ഒരു കാര്യം പ്രവർത്തിക്കുന്നത്. നെക്സ്റ്റ് ആണ്: വേൾഡ് ഫസ്റ്റ് ബിറ്റ്കോയിൻ ATM ലൊക്കേറ്റഡ് ഇൻ? വേൾഡ് ഫസ്റ്റ് ബിറ്റ്കോയിൻ ATM ലൊക്കേറ്റഡ് ഇൻ എവിടെയാണ്? ലോകത്തിലെ ആദ്യമായിട്ട് ബിറ്റ്കോയിൻ ATM എവിടെയാണ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്? ഓപ്ഷൻ ഇതാണ്: US, ബ്രസീൽ, കാനഡ, UK. എവിടെയാണ്? കാനഡയാണ്. അതായത് ഫസ്റ്റ് ബിറ്റ്കോയിൻ ATM ഓപ്പൺ ചെയ്തിരിക്കുന്നത് കാനഡയിലാണ് ആദ്യമായിട്ട് എന്താണ് ബിറ്റ്കോയിൻ ATM തുടങ്ങിയിരിക്കുന്നത്. നമുക്ക് നോക്കാം. ദ വേൾഡ് ഫസ്റ്റ് എവർ ബിറ്റ്കോയിൻ ATM ഓപ്പൺഡ് ഇൻ ബാങ്കോക്ക്, കാനഡ. ഇറ്റ് എനേബിൾ ബിറ്റ്കോയിൻ ഓണേഴ്സ് ടു എക്സ്ചേഞ്ച് ദ ഡിജിറ്റൽ കറൻസി ഫോർ ക്യാഷ്. അതായത് ഡിജിറ്റൽ കറൻസീനെ നമുക്ക് എന്തായിട്ട് മാറ്റാം? ഈ ATMലൂടെ ക്യാഷായിട്ട് മാറ്റാം. നമുക്ക് ഓപ്പോസിറ്റും ചെയ്യാം. ക്യാഷ് നമ്മൾ ഡിജിറ്റൽ കറൻസി ആയിട്ട് ഡിജിറ്റൽ കറൻസീനെ നമുക്ക് ക്യാഷായിട്ട് മാറ്റാവുന്നതാണ്. പിന്നെ എന്താണ് നമുക്കറിയാം, ബിറ്റ്കോയിൻ ഡിജിറ്റൽ കറൻസിനെ നമ്മൾ ക്രിപ്റ്റോ കറൻസി എന്നറിയപ്പെടും. ബട്ട് ദാറ്റ് ഈസ് നോട്ട് ബാക്ക്ഡ് ബൈ എനി കൺട്രി, സെൻട്രൽ ബാങ്ക് ഓർ ഗവൺമെൻറ്. Bitcoin can be traded for goods or service with vendors who accept Bitcoin payment. അപ്പോൾ ബിറ്റ്കോയിൻ പേയ്മെൻറ്റ് ആക്സെപ്റ്റ് ചെയ്തിട്ട് മാത്രമേ നമുക്കത് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ, ബിറ്റ്കോയിൻ ട്രാൻസാക്ഷൻസ് നടത്താൻ വേണ്ടി പറ്റുള്ളൂ എന്നതാണ് പ്രത്യേകത. അടുത്തത്: വിച്ച് ഓഫ് ദ ഫോളോയിങ് ATM ഈസ് സിറ്റുവേറ്റഡ് ഐദർ വിത്തിൻ ദ ബ്രാഞ്ച് പ്രിമൈസസ് ഓർ നെക്സ്റ്റ് ടു ദ ബാങ്ക് പ്രിമൈസസ്? അതായത് ഏത് തരം ATM ആണ് ഐദർ ബാങ്ക് പ്രിമൈസിനകത്ത് സ്ഥിതി ചെയ്യുക അല്ലെങ്കിൽ ബാങ്ക് തൊട്ടടുത്ത ബാങ്കിൻ്റെ അടുത്തായിട്ട് സ്ഥിതി ചെയ്യുക? ഏതാണ്? നമുക്കറിയാം ഓൺ സൈറ്റ് ATMകളാണ്. ഓൺ സൈറ്റ് ATMകളാണ് അങ്ങനെ സ്ഥിതി ചെയ്യുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്: which of the following ATM is not situated within the branch premises but is located other places? അതായത് ബ്രാഞ്ചിനകത്തോ അല്ലെങ്കിൽ ബ്രാഞ്ചിന് നിയറസ്റ്റോ അല്ലാതെ മറ്റു പ്ലേസുകളിൽ സിറ്റുവേറ്റ് ചെയ്യുന്ന ATM ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത്? ഓഫ് സൈറ്റ് ATM ആണ്. ഏതാണ്? ഓഫ് സൈറ്റ് ATMകളാണ്.
അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്, വിച്ച് ഓഫ് ദ ഫോളോയിങ് എ ടി എം ഈസ് യൂസ്ഡ് ഫോർ ഷെയർ ട്രാൻസാക്ഷൻ? ഷെയർ ട്രാൻസാക്ഷൻ ഉപയോഗിക്കുന്ന എ ടി എം ഏതാ? ഓപ്ഷൻ നോക്കുക, യെല്ലോ ലേബൽ എ ടി എം, ഗ്രീൻ ലേബൽ എ ടി എം, ഓറഞ്ച് ലേബൽ എ ടി എം, പിങ്ക് ലേബൽ എ ടി എം. ഏതാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത്? ഓറഞ്ച് ലേബൽ എ ടി എം ആണ്. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്, വിച്ച് ഓഫ് ദ ഫോളോയിങ് എ ടി എം ഈസ് യൂസ്ഡ് ഫോർ ഇ കൊമേഴ്സ് ട്രാൻസാക്ഷൻ? ഇ കൊമേഴ്സ് ട്രാൻസാക്ഷന് ഉപയോഗിക്കുന്ന എ ടി എം ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ ഇതാണ്, യെല്ലോ ലേബൽ എ ടി എം, ഗ്രീൻ ലേബൽ എ ടി എം, ഓറഞ്ച് ലേബൽ എ ടി എം, പിങ്ക് ലേബൽ എ ടി എം. ഏതാ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ? യെല്ലോ ലേബൽ എ ടി എം ആണ് ഇതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്, ഇന്ത്യാസ് ഫസ്റ്റ് ടോക്കിംഗ് എ ടി എം ഈസ് ലൊക്കേറ്റഡ് അറ്റ്? ഇന്ത്യയിലെ ആദ്യത്തെ ടോക്കിംഗ് എ ടി എം ലൊക്കേറ്റ് ചെയ്യുന്നത് എവിടെയാണ്? അഹമ്മദാബാദ്, പൂനെ, കൊൽക്കത്ത, ന്യൂഡൽഹി. എവിടെയാണ്? അഹമ്മദാബാദിലാണ് ഇന്ത്യാസ് ഫസ്റ്റ് ടോക്കിംഗ് എ ടി എം സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ലെൻഡർ എന്ന് പറയുന്നത് യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം, പ്രോഫിറ്റ് മോട്ടീവ് ഈസ് ദ മെയിൻ ഫീച്ചർ ഓഫ്? പ്രോഫിറ്റ് മോട്ടീവ് ഈസ് ദ മെയിൻ ഫീച്ചർ ഓഫ്. എന്താണ് പ്രോഫിറ്റ് മോട്ടീവ് എന്ന് പറയുന്നത്? ഏതിൻ്റെ ഫീച്ചറാണ്? ക്യാപിറ്റലിസത്തിൻ്റെ ഫീച്ചറാണ് അല്ലേ? അപ്പോൾ ക്യാപിറ്റലിസത്തിൻ്റെ ഫീച്ചറാണ് പ്രോഫിറ്റ് മോട്ടീവ്. അപ്പോൾ ആൻസർ എന്ന് പറയുന്നത് ക്യാപിറ്റലിസമാണ്. നെക്സ്റ്റ്, മിനിമം ഗവൺമെൻറ് ഇൻ്റർവെൻഷൻ ഇസ് ദ ഫീച്ചേഴ്സ് ഓഫ്? മിനിമം ഗവൺമെൻറ് ഇൻ്റർവെൻഷൻ ഏതിൻ്റെ ഫീച്ചേഴ്സാണ്? അതും ക്യാപിറ്റലിസത്തിൽ തന്നെയാണ്. അപ്പോൾ നമ്മൾ ആ ഇക്കോണമി എടുക്കുമ്പോൾ, അതായത് ക്യാപിറ്റലിസം, സോഷ്യലിസം, കോർപ്പറേഷൻ, ഇവ തമ്മിലുള്ള ഓരോ കാലഘട്ടത്തിലെയും ഓരോ ഇറയിലുടെയും സ്പെഷ്യാലിറ്റി എന്താണ്, അതിൻ്റെ വ്യത്യാസം എന്തൊക്കെയെന്നൊക്കെ പഠിക്കുന്നത് നല്ലതായിരിക്കും. നെക്സ്റ്റ് ആണ്, മാക്സിമം പീരിയഡ് ഓഫ് അഡ്മിനിസ്ട്രേറ്ററീസ്? മാക്സിമം പീരിയഡ് ഓഫ് അഡ്മിനിസ്ട്രേറ്റർ ആണ് 3 year ആണ്. നെക്സ്റ്റ് ആണ് മാക്സിമം പീരിയഡ് ഓഫ് അഡ്മിനിസ്ട്രേറ്റർ. നെക്സ്റ്റ് ആണ് ദ ടേം ഓഫ് മാനേജിംഗ് കമ്മിറ്റി ഓഫ് CCU, അതായത് അതിൻ്റെ മാനേജിംഗ് കമ്മിറ്റി, CCUവിൻ്റെ മാനേജിംഗ് കമ്മിറ്റിയുടെ ടേമും അതേപോലെ SCUവിൻ്റെ മാക്സിമം കമ്മിറ്റിയുടെ ടേം എത്രയാണെന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. എത്രയാണ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞത്? അതായത് എത്രയാണ് ആൻസർ? 5 years ആണ്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ദ ടേം ഓഫ് കോപ്പറേറ്റീവ് ഓംബുഡ്സ്മാൻ, അതായത് കോപ്പറേറ്റീവ് ഓംബുഡ്സ്മാൻ്റെ ടേം എന്ന് പറയുന്നത് എത്രയാണ്? നമുക്കറിയാം 3 years അല്ലെങ്കിൽ 65 age. ഇത് ഏതാണോ ഏറ്റവും ഏർലിയർ ആകുന്നത് അപ്പോഴാണ്. നെക്സ്റ്റ്, ടൈം ഗീവൺ ടു ലിക്വിഡേറ്റർ ഫോർ വൈൻഡിങ് അപ്പ് എ കോപ്പറേറ്റീവ് സൊസൈറ്റി? ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റി വൈൻഡ് അപ്പ് ചെയ്യണമെങ്കിൽ അതിന് കൊടുത്തിരിക്കുന്ന ടേം എന്ന് പറയുന്നത് എത്ര വർഷമാണ്? 3 വർഷമാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഫോർ കോപ്പറേറ്റീവ് മെമ്പർ റിലീഫ് ഫണ്ട്? മെമ്പർ റിലീഫ് ഫണ്ട് ഏത് പ്രകാരമാണ് കൊടുക്കുന്നത്? 53A പ്രകാരമാണ്. അതേപോലെ ഗ്രാറ്റുവിറ്റി ഡീൽ ചെയ്യുന്നത് 59 പ്രകാരവും ക്വാളിഫിക്കേഷൻ ഓഫ് DCA ഡീൽ ചെയ്യുന്നത് 63(2) പ്രകാരവും സെക്ഷൻ 65 ഡീൽ ചെയ്യുന്നത് എൻക്വയറിയുമാണ്. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം, വിച്ച് ഓഫ് ദ ഫോളോയിങ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഫങ്ഷൻസ് നബാർഡ് ഈസ് ഇൻകറക്റ്റ്? അതായത് താഴെ കൊടുത്തിരിക്കുന്നവയിൽ നബാർഡിൻ്റെ കുറച്ച് ഫങ്ഷൻസ് ആണ് കൊടുത്തിരിക്കുന്നത്. അതിൽ ഇൻകറക്റ്റ് ഏതാണ് എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. നമുക്ക് നോക്കാം. നമുക്കറിയാം നബാർഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? നബാർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാഷണൽ ബാങ്ക് ഫോർ അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെൻ്റ് ആണ്. അപ്പോൾ അത് എസ്റ്റാബ്ലിഷ് ആയതെന്നാണ്? എസ്റ്റാബ്ലിഷ് ആയത് എപ്പോഴാണ്? അതായത് 1981 ആക്ട് പ്രകാരം 12 July 1982 എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ളതാണ് നബാർഡ് എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാമെന്ന് വിശ്വസിക്കുന്നു. സോ താഴെ കൊടുത്തിരിക്കുന്നവയിൽ നബാർഡിൻ്റെ ഫങ്ഷൻ അല്ലാത്തത് ഇൻകറക്റ്റ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ എന്താണ്? നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ഓപ്ഷൻ തന്നിരിക്കുന്നതെന്ന്. പ്രൊവൈഡിങ് ഫിനാൻസ് ആൻഡ് ഓൾസോ റീഫിനാൻസ് ഫോർ പ്രൊഡക്ഷൻ ആൻഡ് മാർക്കറ്റിംഗ് ഇൻ ദ റൂറൽ ഏരിയാസ്, അതായത് ഫിനാൻസ് ചെയ്യാം, റീഫിനാൻസ് കൊടുക്കാം പ്രൊഡക്ഷനും റൂറൽ ഏരിയാസിൽ പ്രൊഡക്ഷനും മാർക്കറ്റിങ്ങിന് ആവശ്യമായിട്ടുള്ള ഫിനാൻസുകളും റീഫിനാൻസുകളും കൊടുക്കുക. ദെൻ കോർഡിനേറ്റിംഗ് ആൻഡ് അഡ്വൈസിങ് ദ ഓപ്പറേഷൻസ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ എൻഗേജ് ഇൻ റൂറൽ ക്രെഡിറ്റിൽ എൻഗേജ് ചെയ്തിരിക്കുന്ന അവയുടെ ഓപ്പറേഷൻസൊക്കെ കോർഡിനേറ്റ് ചെയ്യുക. പ്രൊമോട്ടിംഗ് റിസർച്ച് ആൻഡ് അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റിൻ്റെ റിസർച്ചുകൾ, ആ വിഭാഗത്തിൽ റിസർച്ച് കൊണ്ടുവരിക. ഓൾ ദ എബോവ്, നൺ ദ എബോവ്. അപ്പോൾ ഇതിൽ ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഏതാണെന്നാണ് ചോദിക്കുന്നത്. കാരണം നമ്മുടെ എക്സാമിന്
സ്റ്റേറ്റ്മെൻറ്റ് വൈസിലുള്ള ക്വസ്റ്റ്യൻസ് തീർച്ചയായിട്ടും ചോദിക്കും. അപ്പോൾ ഏതാണ് ഇൻകറക്റ്റ് എന്ന് പറയുന്നത്? ഇവിടെ ഇൻകറക്റ്റ് ആയിട്ട് ഏതെങ്കിലും ഉണ്ടോ? ഇല്ല. അതായത് ആദ്യത്തെ കറക്റ്റ് ആൻസർ ആണ്, രണ്ടാമത്തെ ഓപ്ഷൻ ശരിയാണ്, മൂന്നാമത്തതും ശരിയാണ്. സോ നൺ ഓഫ് ദി എബോവ്. അപ്പോൾ നൺ ഓഫ് ദി എബോവ് ആണ് ഇവിടെ എന്താണ്, എല്ലാം ശരിയായിട്ടുള്ള ആൻസർ തന്നെയാണ്. സോ ഇവിടെ ഇൻകറക്റ്റ് ചെയ്തൊന്നുമില്ല. അപ്പോൾ എന്താണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ എന്ന് പറഞ്ഞാൽ നൺ ഓഫ് ദി എബോവ് ആണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻസ് നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്, നബാർഡ് പ്രിപ്പയർ പൊട്ടൻഷ്യൽ ലിങ്ക്ഡ് ക്രെഡിറ്റ് പ്ലാൻ ഫോർ എവരി. അതായത് നബാർഡ് എന്ത് ചെയ്യുന്നുണ്ട്, ഒരു പൊട്ടൻഷ്യൽ ലിങ്ക്ഡ് ക്രെഡിറ്റ് പ്ലാൻ പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. അത് ആർക്ക് വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ ഏതൊക്കെ വിഭാഗത്തിന് വേണ്ടിയിട്ടാണ്? സ്റ്റേറ്റിലേക്കാണോ ഈ പൊട്ടൻഷ്യൽ ലിങ്ക്ഡ് പ്ലാൻ പ്രിപ്പയർ ചെയ്യുന്നത്? ഡിസ്ട്രിക്ട് വൈസ് ആണോ, ബ്ലോക്ക് വൈസ് ആണോ, അല്ലെങ്കിൽ സബ് ഡിവിഷൻ ബേസ് ആണോ എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ കറക്റ്റായിട്ടുള്ള ആൻസർ എന്താണ്? ബി ആണ്, ഓപ്ഷൻ ഡി. ഡിസ്ട്രിക്ട് വൈസിന് വേണ്ടിയിട്ടാണ് ഒരു പൊട്ടൻഷ്യൽ ലിങ്ക്ഡ് ക്രെഡിറ്റ് പ്ലാൻ ഈ പറയുന്ന നബാർഡ് പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പം നബാർഡിൽ നിന്നൊക്കെ നമുക്ക് തീർച്ചയായിട്ടും ഒരു ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാവുന്നതാണ്. നബാർഡിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റുകളെ കുറിച്ച്, അതായത് ഇൻസ്പെക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ്, വികാസ് വളണ്ടിയർ വാഹിനി ഡിപ്പാർട്ട്മെൻറ്റ്, അതായത് ഇപ്പോൾ ഫാമേഴ്സ് ക്ലബ്ബ് എന്നറിയപ്പെടുന്ന വികാസ് വളണ്ടിയർ ഡിപ്പാർട്ട്മെൻറ്റ്, അതിൻ്റെ അതേപോലെ സബ്സിഡിയറി നബാർഡിൻ്റെ സബ്സിഡിയറീസ് ആയിട്ടുള്ള നാബ് കിസാൻ, നാബ് സമൃദ്ധി, അതേപോലെ നാബ് ഫിൻസ്, നാബ് ഫൗണ്ടേഷൻ, നാബ് കോൺസ്, നാബ് വെഞ്ചേഴ്സ്, അങ്ങനെ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ. അത് അവരുടെ ട്രെയിനിങ് എസ്റ്റാബ്ലിഷ്മെൻ്റ് ആയിട്ടുള്ള നാഷണൽ ബാങ്ക് സ്റ്റാഫ് കോളേജ്, ബേർഡ് ലക്നൗ, അതേപോലെ ബാംഗ്ലൂരിലെ ബേർഡ് ഇൻ കൽക്കട്ട, മറ്റുള്ള ഫണ്ട്സുകൾ അവർ ഡീൽ ചെയ്യുന്ന മറ്റുള്ള ഫണ്ട്സുകൾ, അങ്ങനെ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളിൽ നിന്നൊക്കെ എന്തായാലും തീർച്ചയായിട്ടും ക്വസ്റ്റ്യൻ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്, സ്റ്റാറ്റ്യൂട്ടറി ലിക്വിഡിറ്റി റേഷ്യോ SLR മെയിൻറ്റെയിൻഡ് ആസ് പെർ വിച്ച് ഓഫ് ദ ഫോളോയിങ്. സ്റ്റാറ്റ്യൂട്ടറി ലിക്വിഡിറ്റി റേഷ്യോ എന്ന് പറയുന്നത് മെയിൻറ്റെയിൻ ചെയ്യുന്നത് താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏത് പ്രകാരമാണ്? അതായത് RBI ആക്ട് സെക്ഷൻ 42(1) പ്രകാരമുള്ള RBI ആക്ട് ആണോ, സെക്ഷൻ 42 ബാങ്കിങ് റെഗുലേഷൻസ് ആക്ട് ആണോ, സെക്ഷൻ 42 ഓഫ് RBI ആക്ട് ആണോ, സെക്ഷൻ 24 ഓഫ് ദി ബാങ്ക് റെഗുലേഷൻ ആക്ട് ആണോ? ഏത് പ്രകാരമാണ്? സെക്ഷൻ 24 ഓഫ് ദ ബാങ്കിങ് റെഗുലേഷൻ ആക്ട് പ്രകാരമാണ് എല്ലാ കൊമേഴ്ഷ്യൽ ബാങ്കുകളും എന്ത് ചെയ്യുന്നത്, SLR മെയിൻറ്റെയിൻ ചെയ്യുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്, ആസ് പെർ ബാങ്കിങ് റെഗുലേഷൻ ആക്ട് എ ബാങ്കിങ് കമ്പനി ക്യാൻ ഹോൾഡ് എനി ഇമ്മൂവബിൾ പ്രോപ്പർട്ടി ഹൗസ് ഓഫ് അക്വയർഡ് എക്സെപ്റ്റ് സച്ച് ആസ് റിക്വയർസ് ഫോർ ഇറ്റ്സ് ഓൺ യൂസ് ഫോർ എനി പീരിയഡ് എക്സീഡ് ഫ്രം ദ അക്വിസിഷൻ ദെയറോഫ്. അതായത് ഈ ഒരു ബാങ്കിങ് റെഗുലേഷൻ ആക്ട് പ്രകാരം ഒരു ബാങ്കിങ് കമ്പനിക്ക് ഇമ്മൂവബിൾ പ്രോപ്പർട്ടി ഹോൾഡ് ചെയ്യാനുള്ള കാലയളവ് എത്രയാണ്? അപ് ടു 3 years ആണോ, 5 years ആണോ, 7 years ആണോ, 9 years ആണോ എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. എത്രയാണ്? 7 years ആണ്. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. നെക്സ്റ്റ് ഇതാണ്, സ്പെഷ്യൽ ക്രോസിംഗ് കൺസിസ്റ്റ് ഓഫ്. സ്പെഷ്യൽ ക്രോസിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ട് എന്താ നോക്കിക്കോ. ഓപ്ഷൻ ഇതാണ്, അഡീഷൻ ഓഫ് ദ നെയിം ഓഫ് എ ബാങ്കർ അക്രോസ് ദ ഫേസ് ഓഫ് ദ ചെക്ക് ഓർ വിത്തൗട്ട് ദ ടു ട്രാൻസ്ഫർ ലൈൻ. ഇനി അഡീഷൻ ഓഫ് ദി നെയിം ഓഫ് ദ പേ അക്രോസ് ദ ഫേസ് ഓഫ് ദ ചെക്ക്, അഡീഷൻ ഓഫ് ദ നെയിം ഓഫ് ദ ടോവർ അക്രോസ് ദ ഫേസ് ഓഫ് ദ ചെക്ക്, നൺ ഓഫ് ദി അബവ്. അപ്പോൾ എന്താണ് കറക്റ്റ് ആൻസർ? ഓപ്ഷൻ എ ആണ്, അഡീഷൻ ഓഫ് ദ നെയിം ഓഫ് ദ ബാങ്കർ അക്രോസ് ദ ഫേസ് ഓഫ് ദ ചെക്ക് വിത്തൗട്ട് ടു ട്രാൻസ്ഫർ ലൈൻസ്. അതാണ് സ്പെഷ്യൽ ക്രോസിംഗ്. അപ്പോൾ ഈ സ്പെഷ്യൽ ക്രോസിംഗ്, ജനറൽ ക്രോസിംഗ്, അതേപോലെ നമ്മുടെ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റ് തുടങ്ങിയിട്ടുള്ള SLR, CRR തുടങ്ങിയിട്ട് എന്ത് ചെയ്യുക, ഒരു ക്വസ്റ്റ്യൻ തീർച്ചയായിട്ടും പ്രതീക്ഷിക്കാവുന്നതാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്, ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഇൻ ലോൺ എഗ്രിമെൻറ്റ് ഇൻക്ലൂഡ്. എന്താണ് ലോൺ എഗ്രിമെൻറ്റിൽ ഇൻക്ലൂഡ് ആയിട്ടുള്ള ടേംസ് ആൻഡ് കണ്ടീഷൻസ് എന്തൊക്കെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. മെത്തേഡ് ഓഫ് യൂട്ടിലൈസേഷൻ ഓഫ് ലോൺ പ്രൊസീജിയർ, നെയിം ഓഫ് ദ കസ്റ്റമേഴ്സ് ഓഫ് ദ ബൊറോവർ, ഇൻസ്റ്റാൾമെൻറ്റ് ഫിക്സർ ഫോർ ദ ലോൺ, ബോത്ത് എ ആൻഡ് സി. ഒരു ലോൺ എഗ്രിമെൻറ്റിൽ ഇൻക്ലൂഡ് ആയിട്ടുള്ളത് മെത്തേഡ് ഓഫ് യൂട്ടിലൈസേഷൻ ഓഫ് ലോൺ പ്രൊസീജിയേഴ്സും അതേപോലെ ഇൻസ്റ്റാൾമെൻറ്റ് ഫിക്സർ ഫോർ ദ ലോൺ. അപ്പോൾ ഓപ്ഷൻ ഡി, എ ആൻഡ് സി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്, ബാങ്ക് ടേക്ക് പ്രോപ്പർട്ടി മോർഗേജ് ആസ് എ സെക്യൂരിറ്റി ടു മിറ്റിഗേറ്റ് വിച്ച് ഓഫ് ദ ഫോളോയിങ് റിസ്ക്. അതായത് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, അത് സെക്യൂരിറ്റി ആയിട്ട് പ്രോപ്പർട്ടി എടുക്കുന്നുണ്ട് മോർഗേജിൻ്റെ സമയത്ത്. എന്ത് റിസ്ക് മിറ്റിഗേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ എടുക്കുന്നത് എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ലിക്വിഡേഷൻ റിസ്ക്, മാർക്കറ്റ് റിസ്ക്, ക്രെഡിറ്റ് റിസ്ക്, ബേസിസ് റിസ്ക്. എന്താണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ? ക്രെഡിറ്റ് റിസ്ക് ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്, വിച്ച് എമംഗ് ദ ഫോളോയിങ് റിലേഷൻഷിപ്പ് കം ഇൻസ് ടു എക്സിസ്റ്റൻറ്റ് ബിറ്റ്വീൻ customer and bank when a locker is rented out by a bank to a person who may not maintaining any other account. അതായത്
ബാങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞാൽ ലോക്കർ റെൻറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞാൽ കസ്റ്റമേഴ്സിന് എന്തില്ല, അക്കൗണ്ട് ഇല്ല. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അക്കൗണ്ട് ഇല്ലാത്തൊരു ബാങ്കിൽ അദ്ദേഹം ഒരു ലോക്കർ റെൻറ്റിന് എടുക്കുകയാണെങ്കിൽ ഇവിടെ ചോദിച്ചിരിക്കുന്ന ആരുമായിട്ടുള്ള റിലേഷൻഷിപ്പാണ്? കസ്റ്റമർ ആൻഡ് ബാങ്ക്. മാറിപ്പോകരുത്, ബാങ്കും കസ്റ്റമറും തമ്മിലുള്ള റിലേഷൻ അല്ല ചോദിച്ചിരിക്കുന്നത്, കസ്റ്റമർ ആൻഡ് ബാങ്കും തമ്മിലുള്ള റിലേഷൻഷിപ്പാണ് ചോദിച്ചിരിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ കറക്റ്റായിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത് ലെസ്സി ആൻഡ് ലെസ്സറാണ്. സോ ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിക്കുന്നു. മറ്റൊരു ക്ലാസ്സുമായി, മറ്റൊരു ക്വസ്റ്റ്യൻസുമായി, MCQ സെഷനുമായി നമുക്ക് പിന്നീട് കാണാം. ടിൽ ദെൻ ബൈ.